ഇന്ത്യയിൽ മുളക്കാൻ പോകുന്ന നവരാഷ്ട്രീയത്തിന്റെ വിത്ത് പാകിയിരിക്കുന്നു. അവിടെയാണ് പ്രശ്നം. അവരുടെ ഉറക്കം നഷ്ടപ്പെടും. നഷ്ടപ്പെടാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം ഇനി അവര് വോട്ട് ചോദിച്ച് ജനങ്ങളുടെ അടുത്ത് ചെല്ലുന്ന അവസരത്തിൽ ഡൽഹിയിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു ഗവൺമെന്റ് ഉണ്ടല്ലോ, എന്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നില്ല എന്ന ചോദ്യം താടിക്ക് തട്ടി ചോദിക്കും. ജനം ചോദിക്കും. അവിടെയാണ് അതിന്റെ രാഷ്ട്രീയ വിജയം. അതിനെപ്പറ്റി അറിയാം. അമിത്ഷായ്ക്ക് അറിയാം, മോഡിക്ക് അറിയാം. അതുകൊണ്ട് തന്നെയാണ് അവർ ഇത്ര ശക്തിയുക്തം എല്ലാ ആയുധങ്ങളും ഉപയോഗിച്ച് ആ കൃഷകരെ തന്നെ തറ പറ്റിക്കാൻ ശ്രമിച്ചു. കോൺഗ്രസിന് പിന്നെ ഇതൊന്നും പ്രശ്നമല്ല. കോൺഗ്രസിനെ സംബന്ധിച്ച് എന്തും കാണിക്കാം, എന്തും പറയാം. രാഷ്ട്രീയം എന്താണെന്ന് പോലും അറിയാത്ത കോൺഗ്രസ്. ഞങ്ങൾ സാധാരണ നിലക്ക് വേറെയുള്ള രാഷ്ട്രീയ പാർട്ടികളെ കുറ്റം പറയാറില്ല. പക്ഷേ എന്റെ സുഹൃത്തുക്കളെ, കോൺഗ്രസിനോടും CPM-നോടും ചില കാര്യം പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഈ രണ്ടു കൂട്ടരും ഒന്ന് പഠിക്കണം. അവരുടെ ഭരണഘടനയിലെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടല്ലോ എന്താണ് ആ പാർട്ടിയുടെ ആദർശമെന്ന്. പ്രവൃത്തി വേറെയാണെങ്കിലും ആദർശ രാഷ്ട്രീയത്തിൽ നിന്ന് അധികാര രാഷ്ട്രീയത്തിലേക്ക് ഈ രണ്ടു പാർട്ടികളും മാറിപ്പോയെങ്കിലും ഇന്നും ആ ആദർശമാണ് ഈ പാർട്ടികൾ പിന്തുടരുന്നത് എന്ന് വിചാരിക്കുന്ന നല്ലൊരു വിഭാഗം ജനങ്ങൾ ഈ രണ്ടു പാർട്ടിയിലുണ്ട്. അതുകൊണ്ട് മാത്രം പറഞ്ഞു പോകുന്നതാണ്. അല്ലേ കോൺഗ്രസുകാരാ, കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ നിങ്ങൾ മുന്നോട്ട് വെച്ച രാഷ്ട്രീയ മുദ്രാവാക്യം എന്തായിരുന്നു? ഒന്ന് പറ. എന്ത് രാഷ്ട്രീയമാണോ നിങ്ങൾ പറഞ്ഞത്? ദിവസം നേരം വെളിച്ചാൽ പിടിച്ചു കഴിഞ്ഞാൽ അമിത്ഷായോ മോഡിയോ എന്തെങ്കിലും ഒരു എല്ലുകക്ഷണത്തിന് മുമ്പിൽ കിട്ടുവരും. രാഹുൽ ഗാന്ധി ഹിന്ദുവല്ല, ഇന്ത്യയും പാകിസ്ഥാനും വിഭജിക്കാനുള്ള കാരണം ജവഹർലാൽ നെഹ്റുവാണ്. നെഹ്റുവിന്റെ പ്രധാനമന്ത്രി മോഹമാണ് ഇന്ത്യ വിഭജിക്കാനുള്ള കാരണം. ഈ ഒരു എല്ലിംഗർഷം കിട്ടിയാൽ അതിന് മറുപടി പറഞ്ഞുകൊണ്ട് നടക്കുകയായിരുന്നില്ലേ നിങ്ങൾ? ഇവിടെ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ, നോട്ട് നിരോധനം, GST, പുൽവാമ, ബാൽക്കോട്ട്, എന്തെങ്കിലും നിങ്ങൾ പറഞ്ഞോ? എന്തെങ്കിലും ഒന്ന് BJP പറഞ്ഞതിന് മറുപടി പറഞ്ഞുകൊണ്ട് കിടക്കുക. നിങ്ങൾ രാഷ്ട്രീയം പറയണ്ടേ ജനത്തിനോട്? 1971 പാകിസ്ഥാൻ പട്ടാളത്തെ കീഴടക്കി പാകിസ്ഥാൻ ജനറൽ നിയാസിയുടെ കീഴിലുള്ള പട്ടാളം തൊപ്പിയും അയാളുടെ അധികാര ചിഹ്നങ്ങളും എല്ലാം ഇന്ത്യൻ പട്ടാളത്തിന്റെ മുമ്പിൽ കാൽക്കൽ വെച്ച് പരാജയം സമ്മതിച്ച ആ ഒരു ഫയൽ ഫോട്ടോ എങ്കിലും ഒന്നെടുത്ത് നിങ്ങളുടെ ജനങ്ങളെ ഒന്ന് കാണിച്ചു കൊടുക്കായിരുന്നു. പകുതിയിലധികം വോട്ടർമാര് യുവാക്കളാണ്. ഈ കഥകളൊന്നും അവർക്ക് അറിയില്ലല്ലോ. അതെങ്കിലും നിങ്ങളൊന്ന് ചെയ്യായിരുന്നു. നിങ്ങൾ ചെയ്യില്ല. അതുപോലെ തന്നെ മാർക്സിസ്റ്റുകാരെ കാണിച്ചു കൂട്ടുന്നത് എന്താ? എങ്ങനെയാണ് ഇവിടെ ഭരണം നേടിയത്? എങ്ങനെ നേടി? കരിങ്കോഴി മാണി, നോട്ടടി യന്ത്രം വീട്ടിൽ വെക്കുന്ന മാണി, നോട്ടടി യന്ത്രം വീട്ടിൽ വെക്കുന്ന മാണി, മാണിയെ അരച്ച് കലക്കി കുടിച്ചല്ലാതെ ഈ മന്ത്രിസഭ നിലനിൽക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. മാണി ബഡ്ജറ്റ് അവതരിപ്പിക്കില്ല, മാണി അസംബ്ലിയിൽ കയറില്ല എന്ന് പറഞ്ഞ് കാട്ടിക്കൂട്ടിയ തരങ്ങൾ എന്തൊക്കെയുണ്ട്. ആ തിരുവനന്തപുരത്തേക്ക് ആൾക്കാരെ കൂട്ടിക്കൊണ്ടുപോയി തിരുവനന്തപുരം നിവാസികൾക്ക് ജീവിക്കാൻ നിവൃത്തിയില്ലാതേക്ക്. നേരം വെളിച്ചാകുമ്പോൾ വീട്ടിൽ നീച്ചു വന്നാൽ കണി കാണുന്ന സാധനങ്ങൾ പറയാൻ കൊള്ളില്ല. ആ ജാതി അഴിമതി ആരോപണങ്ങൾ നടത്തി, വിപ്ലവങ്ങൾ നടത്തി, അസംബ്ലി മണ്ഡലത്തിന്റെ ഉള്ളിൽ കസേരകൾ ചവിട്ടിപ്പൊളിച്ചു, ഫർണിച്ചർ നശിപ്പിച്ചു, തല്ലുകൾ നടത്തി. എന്നിട്ടല്ലേ മാർക്സിസ്റ്റുകാരാ നിങ്ങൾ വോട്ട് വാങ്ങിച്ചു? അല്ലേ? അങ്ങനെ വോട്ട് വാങ്ങിച്ച് ഭരണത്തിന് കയറിയ നിങ്ങളെ ഇപ്പോ മാണിക്ക് സ്മാരകം പണിയാൻ 50 സെന്റും 5 കോടി അല്ലേ?
എന്താ അത്രയും കാശ് കെട്ടിയിരിക്കുന്നുണ്ടോ നിങ്ങളുടെ? കെ എം മാണിയുടെ മകൻ ജോസ് കെ മാണി പി ജെ ജോസഫായിട്ട് തെറ്റി ഒരു കഷ്ണം കൊണ്ട് വരികയാണെങ്കിൽ അത് ഞങ്ങളുടെ കയ്യിലിരിക്കട്ടെ, അല്ലേ? അതാണല്ലോ ഉദ്ദേശം. അതുകൊണ്ട് മാത്രം പറഞ്ഞു പോകുന്നതാണ്. ദയവ് ചെയ്ത് നിങ്ങളെഴുതി വെച്ച ആദർശത്തിൽ വിശ്വസിക്കുന്ന ആ ജനങ്ങളോട് ഒരു സ്വല്പമെങ്കിലും അവരോട് മാന്യത കാണിക്കും, നീതി പുലർത്തും. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ആം ആദ്മി രാഷ്ട്രീയം കുതിച്ചുയർന്ന ഒരു നക്ഷത്രം തന്നെ. അതിനെ പിടിച്ചു കെട്ടാൻ എല്ലാവരും കൂടി കൂടിയാലും കഴിയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. സന്മനസ്സുള്ള ആൾക്കാരില്ല, കാര്യവിവരമുള്ളവരെല്ലാം, ഇന്ത്യയിൽ ജനാധിപത്യം പുലർന്നു കാണണമെന്ന് താല്പര്യമുള്ളവരെല്ലാം ആ പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നിഷ്കളങ്കരായ ആൾക്കാർക്കെല്ലാം സ്വാഗതമേതാൻ ആം ആദ്മി പാർട്ടി തയ്യാറാണ്. ആ ജനാധിപത്യ പാർട്ടിയെ അതിൻ്റെ കരങ്ങൾക്ക് ശക്തി പകരാൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ കൂടി ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ.